എങ്ങനെ നമുക്ക് മൊബൈൽ സ്ക്രീൻ കമ്പ്യൂട്ടറിൽ ഇത് ഓണൊക്കെ കാണിക്കാം അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് കുറച്ച് സെറ്റിങ്സ്, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. മൊബൈലിലുള്ള ഇതുപോലെ സെറ്റിങ്സ് എടുക്കുക. ഇതിനകത്ത് ഫസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഓൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് USB ഡീബഗിങ് ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ഡീബഗിങ് ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ബാക്കിൽ പോവുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ചെയ്യേണ്ടത് എബൌട്ട് ഫോൺ എന്നുള്ള എടുക്കുക. എബൌട്ട് ഫോണിൽ താഴോട്ട് വരുന്ന കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് കാണാം. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, അതിൽ നിങ്ങളുടെ ബിൽ നമ്പർ എന്നുള്ളവർക്ക് നിങ്ങളൊരു 7 പ്രാവശ്യം ഇതുപോലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ബാക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഡെവലപ്പർ ഓപ്ഷൻ ഇതുപോലൊക്കെ വന്ന് കിടക്കുന്നത് കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ്റെ സെറ്റിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ എടുക്കുക. ഇതിനകത്ത് നിങ്ങൾ വൈസർ ആൻഡ്രോയിഡ് കൺട്രോൾ ഓൺ PC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാത്തത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ബാക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിളിൽ പോവാം. നിങ്ങൾ നേരിട്ട് ഗൂഗിളിൽ ഇത് ടൈപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം നിങ്ങളിവിടെ വൈസർ എക്സ്റ്റൻഷൻ ഫോർ ക്രോം എന്ന് അടിച്ചു കൊടുക്കുക. വൈസർ എക്സ്റ്റൻഷൻ ഫോർ ക്രോം എന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് കണക്ക് വൈസർ ക്രോം വെബ് സ്റ്റോർ എന്ന് കാണാം. ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കണക്ക് ലോഞ്ച് ആപ്പ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലോഞ്ച് ആപ്പ് ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡൗൺലോഡ് ചോദിക്കും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഡൗൺലോഡിങ് ചോദിക്കും, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇതുകൊണ്ട് വരാത്തത്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ വന്നിട്ട് വൈസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈസർ എന്ന് ടൈപ്പ് കൊടുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. ഇതുപോലെ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ USB കേബിള് ഇത് ഓൺ ആക്കിയിട്ട് നേരിട്ട് കമ്പ്യൂട്ടറിൽ കുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്ത ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആകും. അതുകൊണ്ട് നമ്മൾ കുത്തി കൊടുക്കുക. അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ
നിങ്ങൾ ആ സമയത്ത് വ്യൂ എന്ന് കൊടുത്ത് കഴിയുമ്പോൾ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ വരും. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ADB ഡ്രൈവ്സ് എന്നുള്ള ഈ സോഫ്റ്റ്വെയറൂടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് വ്യൂസ് നോക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഇതുകൊണ്ട് കാണാൻ സാധിക്കും. ഇത് കൂടുതലും നിങ്ങൾ യൂട്യൂബേഴ്സിനാണ് റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. മറ്റുള്ള കുറേ സോഫ്റ്റ്വെയർസൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താലേ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള 100% നമുക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് വൈസർ. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കോണിൽ പ്രസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.